അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 2-ാം പാർട്ടിലെ 1-ാമത്തെ പാഠമായ അഅ്ളമുൽ മുഅ്ജിസാത്ത് എന്ന പാഠമാണ്. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ അനാമ അൽ ഈമാന വൽ ഇസ്ലാം വമാ യഹ്തജു ഇലൈഹി മിനൽ അഹ്കാം വസ്സലാത്തു വസ്സലാമു അലാ മൻ ബയ്യന അൽ ഹലാല വൽ ഹറാമ വഅലാ ആലിഹി വസഹ്ബിഹിൽ അഅലാം. അമാ ബഅദ്. അദ്ദർസുൽ അവ്വൽ അഅ്ളമുൽ മുഅ്ജിസാത്ത്. പാഠം 1 അഅ്ളമുൽ മുഅ്ജിസാത്ത് ആണ് അല്ലേ? നമുക്ക് നോക്കാം. ഉത്ബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആനിക വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോതിഷമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്ബക്ക് ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ മികവിനു മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കൾ മുഴുവൻ മുട്ടുമടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിന്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അള്ളാഹു അല്ലാതെ നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലമായി. അവ വായിക്കാനും അതനുസരിച്ച് കർമ്മം ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാളെ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അത് തദ്രീബാത്ത് നോക്കാം. നഖ്റഉ വനഫ്ഹം. മുഅ്ജിസത്തുൻ അമാനുഷിക കാര്യം. തഅല്ലമ പഠിച്ചു, അല്ലമ പഠിപ്പിച്ചു. ഷഫീഉൻ ശുപാർശകൻ. തല പാരായണം ചെയ്തു. അമലൻ കർമ്മം. ദുർബലമായി ബലഹീനമായി. പാരായണം വായന ഊത്ത്. സാമ്രാട് രാജാവ്. അടുത്തത് നജ്ബ്. ഉത്തരം ഏതാനാണ്? 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ. 2 ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? ഖുർആൻ ഓതുന്നവർക്ക്. 3 മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. 4 തീരെ മനപ്പാടമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടാണ് ഉപമിപ്പിച്ചത്? നശിച്ച വീട് പോലെയാണ്. 5 എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? പാഠഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിനു സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹു അല്ലാതെ നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അടുത്തത് നുബൈനു സിയാഖ്. സന്ദർഭം വിവരിക്കാനാണ്. 1-ാമത് ചോദ്യം നോക്കാം. ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പാഠഭാഗത്തിലുണ്ട്. ഇതാ ഇവിടുന്ന് തൊട്ട് ഈ അടയാളട്ടത് വരെയാണ്. എന്താണ് പറയുന്നത്? ഉത്ബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആനിക വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോതിഷമോ ഒന്നുമല്ല.
തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കാരോട് പറഞ്ഞു. അടുത്തത് നംനവൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തേത് ഖുർആനിന്റെ മുന്നിൽ അറേബ്യൻ ഡേഷ് സാമ്രാട്ടുക്കൾ മുട്ടുമടക്കി. സാഹിത്യ സാമ്രാട്ടുക്കൾ മുട്ടുമടക്കി. 2, ഖുർആന് പോലൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഡേഷ് പോലും കഴിയില്ല, ഒരുമിച്ചാൽ പോലും കഴിയില്ല. 3, ഖുർആനിന്റെ അവതരണത്തോടെ മറ്റു ഡേഷ് ദുർബലമായി, മറ്റു ഗ്രന്ഥങ്ങളെല്ലാം ദുർബലമായി. 4, ഖുർആൻ ഡേഷ് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഖുർആൻ ഡേഷിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അടുത്തത് നൊയ്ദുൽ മുദക്കർ ഒരു പാരഗ്രാഫ് എഴുതാനാണ്. ആളുമുൽ മോജിസാത്ത് എന്ന വിഷയത്തിലൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. നമുക്ക് നോക്കാം. ഉത്ബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നുണ്ട്, അവിടെ സ്വല്ലമ എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്ക് കുട്ടികൾ ശ്രദ്ധിച്ചെഴുതണം. ഖുർആൻ പാരായണം ശ്രവിക്കാൻ ഇടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആനിക വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്ന പോലെ കവിതയോ മാരണമോ ജ്യോതിഷമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിനു മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്, അദ്ദേഹം മക്കാരോട് പറഞ്ഞു. ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്ബയ്ക്ക് ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ മികവിനു മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കൾ മുഴുവൻ മുട്ടുമടക്കി. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ നശിച്ച വീട് പോലെയാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോജിസത്താണ്. ആ മോജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. ഇതോടെ നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. പാഠത്തിൽ എടുത്ത ഭാഗങ്ങൾ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത പാഠവുമായി വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.